അവിടെ അത് കെട്ടാണോ? അവിടെ അത് കെട്ടാണോ? അതെടുക്കാൻ പറഞ്ഞില്ലേ? ഓർഡർ മേടിച്ചത് അത് അതിന് മേലുള്ള ആള് സ്റ്റേ ഓർഡർ സാധാരണ മണ്ണെടുക്കുമ്പോൾ ഒരു 3 മീറ്റർ വിട്ടിട്ടല്ലേ മണ്ണെടുക്കാറ്. പഴയ കാലത്ത് എന്നാൽ 35 വർഷം മുന്നെടുത്ത് അതിരിൽ ചേർന്നിട്ടാണ് മണ്ണെടുത്തത്. അതാണ് ഈ പ്രശ്നം വരുന്നത്. ആ ഭാഗത്ത് തെക്കേറ്റത്ത് എങ്ങനെയാണെങ്കിലും 3 മീറ്റർ വിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോടതിയിലൊരു പേപ്പർ മണ്ണ് ഇടിഞ്ഞ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായാൽ ഉത്തരവാദികളായിരിക്കും. ഇപ്പോ ഉത്തരവാദികളായിരിക്കും പറയുന്നുണ്ട്. എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകും ഉത്തരവാദികൾ വാങ്ങാൻ പറയണം. പിന്നെ കൗൺസിലർ നീങ്ങി ഇത് റീറ്റെയിനിങ് CPM കൗൺസിലറാണ്. 68 ലക്ഷം പാസ്സായതാണ്. അത് കറക്റ്റായിട്ട് ചെയ്യിപ്പിച്ചില്ലേ? കറക്റ്റ് 68 ലക്ഷം പാസ്സായിട്ട് തൊട്ടപ്പുറത്ത് അതുപോലെ തന്നെ എടുക്കാന്ന് പറഞ്ഞു എടുക്കാന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി ഇതുവരെ എടുത്തിട്ടില്ല. 5 അടി ഹൈറ്റ് കുറച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. കൊച്ചുമക്കളൊക്കെ ഉള്ളതാണ്. ഞങ്ങളുടെ വീടിന്റെ ബാക്കിലുള്ള മണ്ണ് അവര് ഹൈറ്റ് അപ്പൊ ഞങ്ങള് വേനൽക്കാലത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉടമസ്ഥനോട് ചോദിച്ചപ്പോ പറഞ്ഞു ഇവിടെ മെമ്പറോട് ചോദിച്ചു. മെമ്പറോട് പറയുമ്പോ ഉടമസ്ഥനോട് ചോദിച്ചു വേനലിൽ ചെയ്തില്ലേ? രണ്ടാളും കൂടി അത് കാണുമ്പോ അന്ന് കണ്ടില്ലേ? കഴിഞ്ഞാല് ഞങ്ങളുടെ വീടിന്റെ ബാക്കിലുണ്ട് കൊച്ചുമക്കളൊക്കെ വീട് മാറ്റി വെക്കുന്നതിന് പൈസ പാസ്സാക്കി കൊടുക്കുന്നു. 10 ലക്ഷം 5 വീട്ടുകാർക്ക് മാറ്റിയിട്ടുണ്ടായി. ഇത് റീറ്റെയിനിങ് വാള് കെട്ടിയ വലിയ തോതിൽ പരിണാമം ഉണ്ടാവും, ജീവരക്ഷ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ കളക്ടറോട് പറയുക, MP ഫണ്ടിന്റെ നിയമാവലിക്കകത്തൊന്നും നിൽക്കാതെ പ്ലാനിംഗ് ഓഫീസറോട് പറയുക, ഇത് MP ഫണ്ടിൽ ചെയ്ത് 68 ലക്ഷം രൂപയ്ക്ക് ഇത് പണിയാൻ പറ്റുന്ന അല്ലെങ്കിൽ 70 ലക്ഷം രൂപയ്ക്ക് പണിയാൻ പറ്റുന്നതാണെങ്കിൽ നാളെ പണി തുടങ്ങി പോകണം. ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഉടനെ എവിടെ നിന്നാലും പണം ആരുടെങ്കിലും പണം ഉണ്ടെങ്കിൽ അത് ഇറക്കാനുള്ള നിയമം കൊണ്ടുവരണം വഴി.